ഇന്നത്തെ ക്ലാസ് സ്റ്റോറേജ് ക്ലാസ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എഴുതും, വേരിയബിളിൻ്റെ നെയിം എഴുതും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക എങ്ങനെയാണ്? ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിക്ലറേഷൻ. ഈ ഡിക്ലറേഷൻ എന്തിനാണ് എഴുതുന്നത്? കമ്പൈലറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എക്സ് എന്ന് പേരിലുള്ള ഒരു വേരിയബിൾ ടൈപ്പ് ഇൻറ്റ് ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ മെമ്മറി സ്പേസ് റിസർവ് ചെയ്യണം, പേര് എക്സ് എന്ന് കൊടുക്കണം. ഇതാണ് കമ്പൈലറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ നെയിം എക്സ് ആണ്, പിന്നെ അതിൻ്റെ ടൈപ്പ് പറയുന്നുണ്ട്. ഇൻറ്റീജർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്, അതിനനുസരിച്ച് 4 ബൈറ്റ്, ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ്, അത്രയും മെമ്മറി സ്പേസ് റിസർവ് ചെയ്യുക. അപ്പോൾ ഡാറ്റ ടൈപ്പിനനുസരിച്ചുള്ള വലുപ്പമുള്ള ഒരു വേരിയബിൾ അവിടെ റിസർവ് ചെയ്യുമെന്നാണ് കമ്പൈലറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അപ്പം ഇതിൽ വേറൊരു ഇതും കൂടി ഉണ്ട്, ചില സ്റ്റോറേജ് ക്ലാസ്. ഇപ്പോൾ ഇതിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ സ്റ്റോറേജ് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് ഇതൊരു സ്റ്റോറേജ് ക്ലാസ്സാണ്. അതുപോലെ ഓട്ടോമാറ്റിക്കിന് ഓട്ടോ സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, പിന്നെ രജിസ്റ്റർ. ഇങ്ങനെ നമുക്ക് 4 തരത്തിലുള്ള സ്റ്റോറേജ് ക്ലാസ്സാണുള്ളത്: ഓട്ടോ, എക്സ്റ്റേൺ, സ്റ്റാറ്റിക്, രജിസ്റ്റർ. അപ്പോൾ ഈ സ്റ്റോറേജ് ക്ലാസ് എന്തിനാന്ന് വെച്ചാൽ കമ്പൈലറിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനാണ് ഏത് തരത്തിലുള്ള വേരിയബിൾ. ചില വേരിയബിളിൻ്റെ സ്കോപ്പ്, ഇപ്പോൾ ഈ സ്റ്റോറേജ് ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ എവിടെയൊക്കെ ഈ പ്രോഗ്രാമിൽ എവിടെയൊക്കെ ഈ വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്കൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനുള്ളിലായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രോഗ്രാമിൽ എല്ലായിടത്തും ആക്സസ് ചെയ്യാം. അങ്ങനെ എവിടെയൊക്കെ വേരിയബിളിനെ ആക്സസ് ചെയ്യാം, അതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ മെമ്മറിയിൽ എത്ര സമയം ആക്റ്റീവ് ആയിരിക്കുന്നു. ഫംഗ്ഷനിലൊക്കെ ആണെങ്കിൽ ഫംഗ്ഷനിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസൊക്കെ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മെമ്മറിയിൽ ആക്റ്റീവ് ആവും, അതേസമയം ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ആവുമ്പോൾ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ലൈഫ് ഏതെല്ലാന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് ആ ബ്ലോക്ക് അവസാനിക്കുന്നവരെ. ചില വേരിയബിൾസ് ആണെങ്കിൽ പ്രോഗ്രാം അവസാനിക്കുന്ന വരെ ലൈഫ് ഉള്ളതുണ്ട്, അതാണ് ഈ ലൈഫ്. അതുപോലെ സ്കോപ്പ്, പിന്നെ അതിൻ്റെ ഈ സ്റ്റോറേജ് ക്ലാസ്സിനനുസരിച്ച് ഇനീഷ്യൽ വാല്യൂ കൊടുക്കും. ഇപ്പോൾ ഓട്ടോ സ്റ്റോറേജ് ക്ലാസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയും. ആ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിന് ഗാർബേജ്, ഇനീഷ്യൽ വാല്യൂ ഗാർബേജ് നടക്കുന്ന ചില അവിടെ മുന്നേ ഉള്ളൊരു മെമ്മറി ബ്ലോക്കിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും, അത് ഗാർബേജ് വാല്യൂ ആയിരിക്കും. എക്സ്റ്റേൺ ആണെങ്കിൽ 0 ആയിരിക്കും ഇനീഷ്യൽ വാല്യൂ കൊടുക്കുക. സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിനും 0 ആയിരിക്കും. രജിസ്റ്ററിനും ഓട്ടോമാറ്റിക് വേരിയബിൾസിനാണ് ഗാർബേജ്. അതുപോലെ തന്നെ സ്റ്റോറേജ്, ഈ ഓട്ടോമാറ്റിക് വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന സ്റ്റാക്കിലാണ്. എക്സ്റ്റേണലും സ്റ്റാറ്റിക്കും ഡാറ്റ സെഗ്മെൻറ്റ്, രജിസ്റ്റർ എന്ന് പറഞ്ഞ വേരിയബിൾ CPU രജിസ്റ്റർ വെച്ചാൽ രജിസ്റ്ററിലാണല്ലോ പെട്ടെന്ന് ക്വിക്ക് ആക്സസ് കിട്ടുക. അപ്പോൾ പക്ഷേ ഒരുപാട് വേരിയബിൾസ് നമുക്ക് അവിടെ രജിസ്റ്ററിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് രജിസ്റ്റർ എന്ന് പറഞ്ഞ സ്റ്റോറേജ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ സ്റ്റോറേജ് ക്ലാസ് സ്പെസിഫയർസ്. അപ്പോൾ പ്രധാനമായിട്ട് നാല് സ്റ്റോറേജ് ക്ലാസ്: ഓട്ടോമാറ്റിക്, എക്സ്റ്റേൺ, സ്റ്റാറ്റിക്, രജിസ്റ്റർ. അപ്പോൾ സ്റ്റോറേജ് ക്ലാസ് നമ്മളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പൈലറിനോട് പറയണം എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്, സ്കോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് വേരിയബിൾ, ഇപ്പോൾ ഈ വേരിയബിൾസ് ഇതിപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ 2 പ്രാവശ്യം fun എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇത് 2 ഫംഗ്ഷൻ കോളാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്ന എവിടുന്ന? മെയിനിൽ നിന്നാണ് അല്ലേ? മെയിൻ മുതലാണ്. ഇപ്പോൾ നമുക്കിതിന് മെയിനിന് പുറത്ത് ഔട്ട്സൈഡിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നോ അതിലധികമോ ഫംഗ്ഷൻസ് അവിടെ ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ മെയിനിന് താഴെയും ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. എന്നിരുന്നാലും പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത് മെയിൻ തൊട്ട്. അപ്പം എവിടെയാണ് മെയിൻ, അവിടെ മുതലാണ് എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത്. അതുപോലെ മെയിൻ ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ മെയിൻ തൊട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് fun
ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതെന്താണ്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, പ്രോഗ്രാം എക്സിക്യൂഷൻ നേരെ എവിടെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അവിടേക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇവിടെ ജമ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഓട്ടോമാറ്റിക് വേരിയബിളാണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷനുള്ളിലോ ബ്ലോക്കിനുള്ളിലോ നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഏത് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിൽ ഇത് മെമ്മറിയിൽ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവും. ഇതാണ് വേരിയബിൾ. ഈ വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ ഏതാണ് വേരിയബിളിൻ്റെ പേര്, എക്സ്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പേര് മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു. അതോടുകൂടി ഒരു 0 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്നു. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, ഒരുമിച്ച് ചെയ്യുക, ഇനീഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം പ്രിൻ്റ് ചെയ്യാൻ പറയുന്നത് എക്സ് ഈക്വൽ ടു എന്ന് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് വാല്യൂ ഔട്ട്പുട്ട് വരുന്നത്, ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു എന്തായിരിക്കും ഔട്ട്പുട്ട്, എക്സിലുള്ള വാല്യൂ എക്സ് ഈക്വൽ ടു %d റീപ്ലേസ് ചെയ്യുക ++x. ++ എന്ന് പറഞ്ഞാൽ പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറയും, X++നെ പോസ്റ്റ് ഇൻക്രിമെൻ്റ്. അപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്യുക, മുന്നേ ഇൻക്രിമെൻ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിൽ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യും, എക്സ്പ്രഷനിൽ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തതിന് ശേഷമാണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ഇൻക്രിമെൻ്റ് ദെൻ യൂസ്, അതാണ് പ്രീഫിക്സ്. X++ ആണെങ്കിൽ, പോസ്റ്റ് ഫിക്സ് ആണെങ്കിൽ ഫസ്റ്റ് യൂസ് ദെൻ ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സിനെ ++ ചെയ്യുമ്പോൾ എക്സിൽ കൂടെ ഒരു 1 വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് എക്സ് 1 ആവും. അപ്പോൾ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്നാണ് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ അതിന് ശേഷം പ്രോഗ്രാം ഈ ഫംഗ്ഷൻ കഴിഞ്ഞു. ഫംഗ്ഷനിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാതും എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ ഫംഗ്ഷൻ അവസാനിച്ചു. ഫംഗ്ഷൻ അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ എക്സിക്യൂഷൻ എവിടേക്ക് വരും, ഈ അവസാനിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഫംഗ്ഷനെ വിളിച്ച് അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. എവിടെ നിന്നാണോ ഫംഗ്ഷനെ വിളിച്ച് അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ലൈനിൽ വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. നെക്സ്റ്റ് ലൈനിൽ എന്താ സംഭവിക്കുന്നത്, ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുകയാണ്. ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ നേരെ എവിടെയാണ് ഫംഗ്ഷനെ വിളിച്ച് അവിടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ അതിന് മുൻപ് നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഫംഗ്ഷൻ ഈ ഫസ്റ്റ് പ്രാവശ്യം ഫംഗ്ഷനെ വിളിച്ചപ്പോൾ എക്സിക്യൂഷൻ ഇവിടേക്ക് ജമ്പ് ചെയ്തു, ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തു. ഇനി തിരിച്ച് എവിടെ നിന്നാണോ വിളിച്ച് അവിടേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ വേരിയബിൾസ് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഈ വേരിയബിൾ മെമ്മറിയിലേക്ക് വന്നു, പക്ഷേ ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ ആ മെമ്മറിയിൽ നിന്ന് പോയി, മെമ്മറിയിൽ നിന്ന് അത് ഡിലീറ്റ് ആയിപ്പോയി. ഇനി വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എക്സിക്യൂഷൻ വീണ്ടും എവിടെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ, ഈ വേരിയബിൾ മെമ്മറിയിലോട്ട് വീണ്ടും ലോഡ് ചെയ്യുന്നു. അതിനുശേഷം 0 എന്ന് പറഞ്ഞ വാല്യൂ വീണ്ടും 0 തന്നെ ഇനീഷ്യലൈസ് ചെയ്യുക, വീണ്ടും ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ 1 എന്നുള്ള വാല്യൂ ആയിരുന്നു ആദ്യം, അതൊക്കെ പോയി പുതിയ വീണ്ടും രണ്ടാമത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനീഷ്യലൈസേഷൻ വീണ്ടും നടക്കുന്നു. അതിനുശേഷം എക്സിൻ്റെ വാല്യൂ ++x എന്ന് പറയുമ്പോൾ വീണ്ടും എക്സ് ഈക്വൽ ടു 1 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അതാണ് 2 പ്രാവശ്യം എക്സ് ഈക്വൽ ടു 1 എന്ന് പ്രിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ഫംഗ്ഷനിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് ഇപ്പോൾ എവിടെ നിന്നാണ് വിളിച്ചത് അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. പ്രോഗ്രാം കൺട്രോൾ ഇവിടേക്ക് വരും, ഈ പോയിന്റിലേക്ക് വരും. അതിനുശേഷം അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ 0 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇതാണ് ഈ അപ്പോൾ ഈ വേരിയബിൾ നമ്മൾ ഇവിടെ വേറെ ഒരു ഫംഗ്ഷനുള്ളിലോ ബ്ലോക്കിനുള്ളിലോ വേരിയബിൾസ് പ്രത്യേകിച്ച് ഒന്നും സ്റ്റോറേജ് സ്പെസിഫയർ എഴുതിയിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ആ സ്റ്റോറേജ് സ്പെസിഫയർ എന്തായിരിക്കും, ഓട്ടോമാറ്റിക് ആയിരിക്കും. ഈ ഓട്ടോമാറ്റിക് വേരിയബിളിന് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിയബിളിനാണ്, അതിനെ പറയുന്ന പേരാണ്
ലോക്കൽ വേരിയബിൾ. അപ്പോൾ ഈ ലോക്കൽ വേരിയബിളിൽ നമുക്ക് ഈ ലോക്കൽ വേരിയബിളിനെ എവിടെയൊക്കെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സ്കോപ്പ് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ലോക്കൽ സ്കോപ്പ്. ഏത് ഫംഗ്ഷനിലാണോ ഏത് ബ്ലോക്കിലാണോ ഈ ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അവിടെ മാത്രമേ ഈ ലോക്കൽ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു വലിയൊരു ഫ്ലാറ്റിൽ ഒരു ബിൽഡിങ്ങിൽ കുറേ ഫ്ലാറ്റുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ബിൽഡിങ് അതിൽ കുറേ റൂമുകളുണ്ട്. അപ്പോൾ ഓരോ ഫാമിലിയുടെ ആണെങ്കിൽ ഈ ഓരോ റൂമിലും നമുക്കൊരു വാട്ടർ ജഗ് ഉണ്ട്. അപ്പോൾ ഓരോ റൂമിലുള്ള ആക്സസറീസ് അവരുടെ ഫർണിച്ചർ ആവട്ടെ മറ്റു കാര്യങ്ങളൊക്കെ അത് ആക്സസ് ചെയ്യാനുള്ള അനുവാദം ആ റൂമിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഉള്ള ഇപ്പോൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫർണിച്ചറുകളോ അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള അനുവാദം ആ ലോക്കലായിട്ട് അവിടെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും. അതാണ് ലോക്കൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫംഗ്ഷനിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും? ആ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വേരിയബിൾസിന് അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷേ ഫംഗ്ഷന് പുറത്ത് കിടന്നാൽ ഈ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഇൻറ്റ് നമുക്കിപ്പോൾ ഇവിടെ ഈ വേരിയബിൾ ഇൻറ്റ് എക്സ് ഞാൻ ഇവിടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ ആണല്ലോ. അത് ഞാനിപ്പോൾ പ്രോഗ്രാമിൽ ഈ എക്സ് ഈക്വൽ ടു 6 എന്നെങ്ങാനും ഞാൻ ഈ മെയിൻ ഫംഗ്ഷനിൽ കൊടുത്തു. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ എറർ വരും. കാരണം ഈ എക്സ് എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ എക്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ എക്സ് ആരുടെയാണ്? ഈ ലോക്കൽ ടു ഈ ഫംഗ്ഷൻ fun1 എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിളാണ്. അത് നമുക്ക് വേറൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സ് ചെയ്യാൻ കൊടുത്താൽ ഇങ്ങനെ കൊടുത്താൽ എറർ വരും. കാരണം അപ്പോൾ എന്താ എറർ വരാം? ഈ എക്സ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന്. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാം, നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ വേറൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ വേറൊരു ബ്ലോക്കിനുള്ളിലോ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള വേരിയബിൾസിനെ അവിടെ മാത്രം ഏത് ഫംഗ്ഷനിലാണോ ഡിക്ലെയർ ചെയ്തത് അവിടെ മാത്രമേ ആക്സസ് ചെയ്യാൻ അനുവാദമുള്ളൂ. അതിന് പുറത്ത് മറ്റൊരു ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ അനുവാദമില്ല. അതുപോലെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക സ്കോപ്പ് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ്. ആ വേരിയബിളിനെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്കോപ്പ് ലോക്കലാണ്. അതുപോലെ തന്നെ ലൈഫ് ഈ വേരിയബിളിൻ്റെ ലൈഫ് എങ്ങനെയാണ്? ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മെമ്മറിയിലേക്ക് വരികയും ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ പോകും. അപ്പോൾ ലൈഫും എന്താണ് ഫുള്ളില്ല. ആ ബ്ലോക്ക് അവസാനിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഫംഗ്ഷൻ അവസാനിക്കുന്നതോടുകൂടി അത് ലൈഫില്ല. അപ്പോൾ ഇതാണ് ലോക്കൽ വേരിയബിൾ. പിന്നെ വേറൊരു വേരിയബിൾ ഉണ്ട് സ്റ്റാറ്റിക് വേരിയബിൾ. സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വേരിയബിൾ തന്നെ നമ്മൾ സ്റ്റാറ്റിക് ആയി കൊടുത്തു. ഇപ്പോൾ നേരത്തെ ഇൻഡെക്സിന് പകരം അതിൻ്റെ മുന്നിൽ സ്റ്റോറേജ് ക്ലാസ് ഒന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ സ്റ്റോറേജ് ക്ലാസ് ഓട്ടോമാറ്റിക് ആയിരിക്കും. ഇനി നമ്മൾ സ്റ്റോറേജ് ക്ലാസ് സ്റ്റാറ്റിക് എന്ന് കൊടുക്കാൻ വിചാരിക്കാം. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് എക്സിക്യൂഷൻ തുടങ്ങുന്നു, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇത് ഫംഗ്ഷൻ കോളാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ എവിടെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ മെമ്മറിയിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് അതിനെ ഇനീഷ്യലൈസ് ചെയ്യാണ്. 0 എന്ന വാല്യൂ കൊടുത്ത് ഈ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്. അപ്പോൾ ഈ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോയാലും ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ആയാലും ഈ വേരിയബിളിലെ വാല്യൂ അവിടെ റീറ്റെയിൻ ചെയ്യും. അതാണ് ഈ സ്റ്റാറ്റിക് വേരിയബിൾ. നേരത്തെ പറഞ്ഞ ലോക്കൽ വേരിയബിളിൽ ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ വേരിയബിൾ മെമ്മറിയിൽ നിന്ന് തന്നെ ഡിലീറ്റ് ആയി പോകും, ആ വാല്യൂ അതുപോലെ ഡിലീറ്റ് ആയി പോകും. പക്ഷേ സ്റ്റാറ്റിക് വേരിയബിളിൽ വാല്യൂ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാറ്റിക് ഇൻഡെക്സ് ഈക്വൽ ടു 0, എക്സ് ഈസ് എ സ്റ്റാറ്റിക് വേരിയബിൾ, വാല്യൂ കൊടുത്തു, ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം പ്രിൻറ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാൻ ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ പ്രീ ഇൻക്രിമെൻറ്റ് എക്സിൻ്റെ വാല്യൂ 1 ആവുന്നു. ഈ 1 എന്നുള്ളത് എക്സിൻ്റെ വാല്യൂ ഈ 1 എന്നുള്ളത് ഇവിടേക്ക് അസൈൻ ചെയ്യാം പ്ലസ് എക്സിൽ. ഇനി ഔട്ട്പുട്ട് വരുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് എക്സ് ഈക്വൽ ടു 1, പ്രിൻറ്റ് എക്സ് ഈക്വൽ ടു 1 ഔട്ട്പുട്ട് വന്നു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ കഴിയുമ്പോൾ ഔട്ട്പുട്ട് എക്സ് ഈക്വൽ ടു 1 വരും. അങ്ങനെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് പോകും?
എക്സിക്യൂഷൻ ജംപ്സ് ടു എവിടേക്ക്, എവിടെയാണോ ഫംഗ്ഷൻ വിളിച്ചത് അവിടേക്ക് പ്രോഗ്രാം കൺട്രോൾ ഇവിടേക്ക് വരും, ഇവിടെയായിരിക്കും. ഇനി അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ വീണ്ടും ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകുന്നു. ഇപ്പോൾ സ്റ്റാറ്റിക് ഇൻഡെക്സ് ഈക്വൽ ടു 0. ഈ സ്റ്റാറ്റിക് വേരിയബിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ, ഒരു പ്രാവശ്യം മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ ഇനീഷ്യലൈസേഷൻ എടുക്കില്ല, ഇവിടേക്ക് വരും, പ്രിൻ്റ് എഫ് എടുക്കും. സ്റ്റാറ്റിക് വേരിയബിളിൽ 1 ടൈം മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇഗ്നോർ ചെയ്തിട്ട് ഇവിടേക്ക് വരും. ഇവിടെ പ്രിൻ്റ് എഫ് എക്സ് ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ്. പ്ലസ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ആ വാല്യൂ അവിടെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഉള്ളിൽ ഈ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്ത് കിടക്കുന്നുണ്ട്. നേരത്തെ 1 അവിടെ വന്നിരുന്നല്ലോ, ആ 1 ഉണ്ട്. അതിനൊന്നും കൂടി ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, എക്സിലെ വാല്യൂ 2 ആയിരിക്കും. പ്രിൻ്റ് ചെയ്യുമ്പോൾ 2 എന്ന് വരും. അങ്ങനെ ഫംഗ്ഷൻ കഴിയുമ്പോൾ ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ആവും. ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഇവിടേക്ക് വരും. അപ്പോൾ ഫംഗ്ഷൻ ഈ പ്രോഗ്രാം ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം ഈ വേരിയബിളിൻ്റെ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യും. അതാണ് ഈ സ്റ്റാറ്റിക് വേരിയബിൾ. അപ്പോൾ ഈ പിന്നെ ഇത് കഴിഞ്ഞാൽ റിട്ടേൺ 0 കാണുമ്പോൾ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോഴാണ് ഈ വേരിയബിൾ മെമ്മറിയിൽ നിന്ന് പോകുന്നത്. ഇത് നമുക്കൊരു സ്റ്റാറ്റിക് വേരിയബിളിനെ നമുക്കൊരു ലോഗ് ബുക്ക് പോലെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ക്ലീനിങ്ങിന് ആളുകളെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോഴും നമ്മൾ അവർക്ക് അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്താലും അപ്പോൾ അക്കൗണ്ടിൽ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ വോയിഡ് ക്ലീനിങ് ഇൻറ്റ് ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എത്ര എമൗണ്ട് നമുക്ക് അവർക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനെ വിളിക്കുക. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ, അപ്പോൾ ഫസ്റ്റ് ക്ലീനിങ് വാല്യൂ, അപ്പോൾ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണത്. അപ്പോൾ ഇവിടെ എന്താ 100 എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ആണ്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യുന്ന വാല്യൂസാണ് ആർഗ്യുമെൻ്റ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നേരെ എക്സിക്യൂഷൻ എവിടേക്ക് വരും, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തോടത്തേക്ക് വരും. എന്നിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തോടത്തേക്ക് വന്നിട്ട് ഇവിടെ എന്താണ്, ഇൻറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു. അതിനുശേഷം ഈ ക്രെഡിറ്റിലേക്ക് ഇൻറ്റ് ക്രെഡിറ്റിലേക്ക് എന്തായിരിക്കുന്നത്, ഇങ്ങനെ ഒരു 100 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മളവിടേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. 100 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂസാണ് ആർഗ്യുമെൻറ്റ്. ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പാരാമീറ്ററാണ്. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസാണ് ഈ പാരാമീറ്റർ. അപ്പോൾ ഒരു പാരാമീറ്ററാണ് ക്രെഡിറ്റിലേക്ക് ആ 200 അല്ല 100 സെൻഡ് ചെയ്യുന്ന 100 സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 100 അയക്കുകയാണ്. ഇനി സ്റ്റാറ്റിക് ഇൻ്റെ അക്കൗണ്ട് ഈക്വൽ ടു 0. അപ്പോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ഇത് സ്റ്റാറ്റിക് വേരിയബിളാണ്. അതിലേക്ക് 0 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇത് സ്റ്റാറ്റിക് വേരിയബിളാണ്. സ്റ്റാറ്റിക് വേരിയബിൾ ഈ മെമ്മറിയിൽ എപ്പോഴും റിട്ടേൺ ചെയ്യും. പ്രോഗ്രാം കഴിയുന്നത് വരെ മെമ്മറിയിൽ ലൈവായിരിക്കും. ഇനി അക്കൗണ്ട് പ്ലസ് ഈക്വൽ ടു ക്രെഡിറ്റ് എന്ന് വെച്ചാൽ അക്കൗണ്ട് പ്ലസ് ഈക്വൽ ടു അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അക്കൗണ്ട് ഈക്വൽ ടു അക്കൗണ്ട് പ്ലസ് ക്രെഡിറ്റ് എന്ന് എഴുതുന്നതിന് ഷോർട്ടായിട്ട് എഴുതുന്നതാണ് അക്കൗണ്ട് പ്ലസ് ഈക്വൽ ടു ക്രെഡിറ്റ്. അപ്പോൾ അക്കൗണ്ടിലുള്ളതിൽ കൂടെ ക്രെഡിറ്റിലുള്ളതും കൂടി ആഡ് ചെയ്തിട്ട് അക്കൗണ്ടിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് പ്ലസ് ക്രെഡിറ്റ് അസൈൻ ചെയ്യുന്നു. അതായത് അപ്പോൾ എത്രയായിരുന്നത്, 100 ആണല്ലോ. അപ്പോൾ 100 അവിടെ അസൈൻ ചെയ്യുന്നു. 100 ഇവിടെ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം പ്രിൻ്റ് ഓഫ് ക്ലീനിങ് കോസ്റ്റ് ഈക്വൽ ടു അക്കൗണ്ടിൽ എത്രയാണ് കിടക്കുന്നത്, 100 നമ്മുടെ പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് പ്രിൻ്റ് ചെയ്യുന്നു. ക്ലീനിങ് കോസ്റ്റ് ഈക്വൽ ടു 100 എന്ന് ഫസ്റ്റ് ടൈപ്പിലവിടെ പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ നമ്മൾ ഫങ്ഷൻസൊക്കെ ചെയ്തു, ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും, ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞു. ഫംഗ്ഷനിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ പ്രോഗ്രാം കൺട്രോൾ എവിടേക്ക് വരും, ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ പ്രോഗ്രാം കൺട്രോൾ അടുത്ത നമ്മൾ എവിടെയാണ് വിളിച്ചത് അവിടേക്ക് വരും. അതിനുശേഷം തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നെക്സ്റ്റ് വീണ്ടും ക്ലീനിങ് 200 ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ നേരെ ഫംഗ്ഷനിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഫംഗ്ഷനിലേക്ക് ജമ്പ് ചെയ്തിട്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ അപ്പോൾ മെമ്മറിയിൽ വീണ്ടും വന്നു. ക്രെഡിറ്റ്
മെമ്മറിയിലേക്ക് വീണ്ടും വരുന്നു. എന്നിട്ട് അക്കൗണ്ട് ഈക്വൽ ടു, അപ്പോൾ ഈ അക്കൗണ്ട് അവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിൻ്റെ വാല്യൂ അവിടെ മാറിയിട്ടില്ല. അവിടെ വീണ്ടും അത് പ്രോഗ്രാം കഴിയുന്ന വരെ ഈ വേരിയബിൾ അവിടെ ഉണ്ടാവും. കാരണം ഇത് സ്റ്റാറ്റിക് ആണ്. അപ്പോൾ നമ്മളൊരു ലോഗ് ബുക്ക് വയ്ക്കുന്ന പോലെയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ആ ലോഗ് ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഇനി സ്റ്റാറ്റിക് ഇൻ്റെ അക്കൗണ്ട് ഈക്വൽ ടു 0, അത് 0 ആക്കരുത്. കാരണം സ്റ്റാറ്റിക് വേരിയബിൾ ഒരിക്കൽ മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ വീണ്ടും 0 ആവില്ല. ഇനീഷ്യലൈസ് ചെയ്ത് ഈ ലൈൻ ഇഗ്നോർ ചെയ്യും. സ്റ്റാറ്റിക് വേരിയബിൾ ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് ആയിട്ട് സ്റ്റോറേജ് സ്പെസിഫയർ സ്റ്റാറ്റിക് ആയിട്ടുള്ള വേരിയബിൾസ് ഒരിക്കൽ മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യാവൂ, പിന്നെ ഇനീഷ്യലൈസ് ചെയ്യില്ല. അപ്പോൾ വീണ്ടും ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ഭാഗം ഇഗ്നോർ ചെയ്യും. എന്നിട്ട് അക്കൗണ്ടിൽ ഉള്ളതിൽ കൂടെ അക്കൗണ്ട് പ്ലസ് ക്രെഡിറ്റ്, ഈ ക്രെഡിറ്റ് എത്ര അയച്ചിട്ടുള്ളത്? ക്രെഡിറ്റ് 200 അല്ലേ, 200 ഇവിടെ ക്രെഡിറ്റിലേക്ക് സെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഈ ആർഗ്യുമെൻ്റ് കൂടെ അവിടേക്ക് അയക്കുന്നത്, വാല്യൂ കൂടെ അവിടെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള പ്ലേസ് ഹോൾഡറാണ് എന്ത്, പാരാമീറ്ററാണ് ഈ ക്രെഡിറ്റ്. അപ്പോൾ 200 എന്നുള്ള വാല്യൂ അവിടേക്ക് സെൻഡ് ചെയ്തിരുന്നു. ഇനി അക്കൗണ്ടിലേക്ക് ഈ 200 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 200 പ്ലസ് 100 എന്തായിരിക്കും? 300 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 200 ആഡ് ചെയ്തു. അതിനുശേഷം ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വീണ്ടും പ്രോഗ്രാം എവിടേക്കാണ് വിളിച്ചാൽ അവിടേക്ക് എക്സിക്യൂഷൻ വരുന്നു. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് അവിടെ നിന്ന് പോയി അല്ലേ, ഈ വേരിയബിൾ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. പക്ഷേ അക്കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ, സ്റ്റാറ്റിക് ആയിട്ടുള്ള വേരിയബിൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിലെ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. വീണ്ടും നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഇവിടേക്ക് തിരിച്ചു വന്നു, പ്രോഗ്രാം കൺട്രോൾ ഇവിടേക്ക് വന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. 300 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടേക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷനിലെ വാല്യൂ ഈ ആർഗ്യുമെൻറ്റ് കൂടെ അയക്കുന്നു. ഈ ഫംഗ്ഷനിലേക്ക് അയക്കുന്ന ഈ 300 സ്റ്റോർ ചെയ്യുന്ന എവിടെ? ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് വീണ്ടും മെമ്മറിയിൽ വരുന്നു. എന്നിട്ട് ക്രെഡിറ്റ് വീണ്ടും മെമ്മറിയിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 300 ആണ് ഇപ്പോൾ സെൻഡ് ചെയ്ത 300 അവിടെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അക്കൗണ്ടിൽ കൂടി ക്രെഡിറ്റ് കൂടി ആഡ് ചെയ്യും. 300 ഓൾറെഡി കിടക്കുന്നുണ്ട്, അതിൽ കൂടെ 300 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയും 600 ആയിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിൽ 600, എന്നിട്ട് പ്രിൻറ്റ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ക്ലീനിങ് കോസ്റ്റ് എത്രയായിരുന്നു? 200. ആദ്യം 100 ആയിരുന്നു, പിന്നെ 200 സെൻഡ് ചെയ്തപ്പോൾ ക്ലീനിങ് കോസ്റ്റ് പിന്നെ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും 300 ആയി. പിന്നെ മൂന്നാമത് ഫംഗ്ഷൻ ക്ലീനിങ്കാരെ വീണ്ടും വിളിച്ചു. അപ്പോൾ അവർക്ക് 300 രൂപ കൊടുത്തു. അപ്പോൾ അവസാനം അവരെ ക്രെഡിറ്റ് എത്രയായി? മൊത്തം എത്രയും ക്രെഡിറ്റ്? അവർക്കൊരു ലോഗ് ബുക്ക് വയ്ക്കുന്നല്ലോ, ഓരോ പ്രാവശ്യം അവർക്ക് കൊടുത്ത് നമ്മൾ അങ്ങനെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ അവർ ക്ലീനിങ് കോസ്റ്റ് എത്രയായി? ക്ലീനിങ് കോസ്റ്റ് നമുക്ക് 600 ആയി. ഓരോ പ്രാവശ്യം അതിൽ കൂടെ ആഡ് ചെയ്ത് വരില്ലേ. അപ്പോൾ ക്ലീനിങ് കോസ്റ്റ് എത്രയായി? 600 ആയി. അപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ സ്റ്റാറ്റിക് വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് വേരിയബിളിൽ സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിൾ മെമ്മറിയിൽ ലൈവായിരിക്കും. അത് ഫംഗ്ഷനിൽ നിന്ന് പോയാലും ഫംഗ്ഷനിൽ നിന്ന് പുറത്ത് കടന്നാലും ആ വേരിയബിളിലെ വാല്യൂ പ്രോഗ്രാം കഴിയുന്നത് വരെ ആ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യും. അതാണ് സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ പ്രത്യേകത. പിന്നെ സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം, സ്റ്റാറ്റിക് വേരിയബിൾ ഒരു പ്രാവശ്യം മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം ഫംഗ്ഷൻ കോൾ ചെയ്താലും ആ ഫംഗ്ഷൻ കോളിൻ്റെ ഇടയിലൊക്കെ ഈ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യും. അതാണ് ഈ സ്റ്റാറ്റിക് വേരിയബിൾ. ഇപ്പോൾ നമുക്ക് വേറൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. നമ്മുടെ സ്കൂളിൽ ടീച്ചറുടെ കയ്യിൽ അറ്റൻഡൻസ് രജിസ്റ്റർ. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ടീച്ചർ ഫസ്റ്റ് ഡേ വന്നു അറ്റൻഡൻസ് എടുത്തു, സെക്കൻഡ് ഡേ വന്നു വീണ്ടും അറ്റൻഡൻസ് എടുത്തു. അപ്പോൾ അറ്റൻഡൻസ് ആഡ് ചെയ്ത് വരികയാണ് അല്ലേ. ഫസ്റ്റ് ഡേ അറ്റൻഡൻസ്, സെക്കൻഡ് ഡേ, അങ്ങനെ 30 ദിവസം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് വരും. അപ്പോൾ അത് ആ രജിസ്റ്റർ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ പോലെയാണ്. അതിൽ എൻട്രി, അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോകും, നമ്മുടെ സ്കൂൾ വിട്ടു വീട്ടിൽ പോയി, പക്ഷേ എൻട്രി അവിടെ റിട്ടേൺ ചെയ്തെടുക്കുന്നുണ്ട്. ടീച്ചർ വീണ്ടും നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വരുന്നു, വീണ്ടും ആ രജിസ്റ്റർ ബുക്ക് തുറക്കുന്നു, അതിൽ എൻട്രി അവിടെ മാറിയിട്ടില്ല, അവിടെ നിന്ന് വീണ്ടും 0 ആക്കി തുടങ്ങുന്നില്ല, ആ എൻട്രി കൂടെ അടുത്ത എൻട്രി നടത്തുന്നു. അപ്പോൾ ഒരു ലോഗ് ബുക്ക് പോലെയാണ് ഈ സ്റ്റാറ്റിക് വേരിയബിൾ. അപ്പോൾ നമ്മുടെ ഒരു ക്ലീനിങ്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ, എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് മൊത്തം കൊടുത്തു എന്ന് അറിയാനായിട്ട്. ഫസ്റ്റ് ഡേ വന്നപ്പോൾ 100 റുപ്പീസ്, അപ്പോൾ ഈ ക്ലീനിങ് സെക്ഷനിലേക്ക് വിടുന്നു, 100 റുപ്പീസ് ക്രെഡിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റാറ്റിക്കിൻ്റെ ഫസ്റ്റ് തവണ മാത്രം ഈ അക്കൗണ്ട് 0 ആവുന്നു. എന്നിട്ട് ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ അയച്ച ക്രെഡിറ്റും കൂടി ആഡ് ചെയ്ത്
ചെയ്ത് അപ്പോൾ 100 ആയി. അതിനുശേഷം പ്രിൻ്റ് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ഈ അക്കൗണ്ടിലെ വാല്യൂ അവിടെ 100 അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വിളിക്കുമ്പോൾ വീണ്ടും 200 ആണ് ക്രെഡിറ്റിലേക്ക് അയച്ചത്. ആ 200 അപ്പോൾ ഈ ക്രെഡിറ്റ് എന്നുള്ളത് ഈ കോൾ ചെയ്യുമ്പോൾ മാത്രം മെമ്മറിയിൽ വരും. പക്ഷേ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത അക്കൗണ്ട് അവിടെ മെമ്മറിയിൽ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ 200 സെൻഡ് ചെയ്യുമ്പോൾ 100 നേരത്തെ ഉണ്ടായിരുന്നു. 200 പ്ലസ് 100 അക്കൗണ്ടിൽ 300 ആണ്. ക്ലീനിങ് കോസ്റ്റ് 300 സെക്കൻഡ് ഡേയിൽ. തേർഡ് ഡേയിൽ വീണ്ടും ക്ലീനിങ് കോസ്റ്റ് 300 റുപ്പീസാണ് അവിടേക്ക് സെൻഡ് ചെയ്യുന്നത്. ആ ക്രെഡിറ്റിലേക്ക് ആ 300 അസൈൻ ചെയ്യുന്നു. ഈ അക്കൗണ്ടിലേക്ക് കൂടെ നേരത്തെ 300 കഴിഞ്ഞ പ്രാവശ്യത്തെ 300 അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റാറ്റിക് ആയതുകൊണ്ട് ആ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുന്നു. ഇതും കൂടെ ആഡ് ചെയ്ത് 600 ആയി. അപ്പോൾ അതാണ് സ്റ്റാറ്റിക്. അപ്പോൾ സ്റ്റോറേജ് ക്ലാസ് നമ്മൾ പറഞ്ഞത് ഓട്ടോമാറ്റിക്കും സ്റ്റാറ്റിക്കും സ്റ്റോറേജ് ക്ലാസ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാക്കിലാണ്. ഏതെങ്കിലും ഇനീഷ്യലൈസ് ആയിട്ട് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ, എന്തെങ്കിലും വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു ഗാർബേജ് വാല്യൂ ആണ് അവിടെ അസൈൻ ചെയ്യുക. പിന്നെ ഈ ഓട്ടോമാറ്റിക് വേരിയബിൾസിൻ്റെ സ്കോപ്പ് ലോക്കലാണ്. ഏത് ഫംഗ്ഷനിലാണോ ബ്ലോക്കിലാണോ അത് ഡിക്ലെയർ ചെയ്ത ആ ഫംഗ്ഷനിലോ ബ്ലോക്കിലോ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ലൈഫ് ബ്ലോക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ കഴിയുമ്പോൾ അതിൻ്റെ ലൈഫ് അവസാനിക്കും. അപ്പോൾ എൻഡ് ഓഫ് ദി ബ്ലോക്ക് വരെ അത് ലൈവായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ സ്റ്റാറ്റിക് വേരിയബിളിനെ കുറിച്ചാണ്. അത് ഡാറ്റ സെഗ്മെൻറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് ഇനീഷ്യൽ വാല്യൂ 0 ആയിരിക്കും. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റിക് വേരിയബിളിന് ഇനീഷ്യൽ വാല്യൂ 0 ആയിരിക്കും. പിന്നെ ലോക്കൽ സ്കോപ്പ് തന്നെയാണ്. കാരണം സ്റ്റാറ്റിക് വേരിയബിൾ നമ്മൾ ഏത് ഫംഗ്ഷനിലാണ് എന്ന് വെച്ചാൽ ആ ഫംഗ്ഷനിൽ ഫയലിലാണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ അത് ഫയൽ സ്കോപ്പ് ആയിരിക്കും. പിന്നെ ഇത് ലൈവ് ആയിരിക്കുക, പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ലൈവ് ആയിരിക്കും. പിന്നെ രജിസ്റ്റർ വേരിയബിളിനെ കുറിച്ച് പറഞ്ഞാൽ CPU രജിസ്റ്ററിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ചില രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിളാണ് രജിസ്റ്റർ. അത് ലോക്കൽ സ്കോപ്പ് തന്നെയാണ്. എവിടെയാണ് ഡിക്ലെയർ ചെയ്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ലൈഫ് ബ്ലോക്ക് അവസാനിക്കുന്നവരെ ഗാർബേജ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ വേരിയബിൾസ് ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൂടെയും പറഞ്ഞുതരാം.